നമുക്കറിയാം 3 പ്രധാനപ്പെട്ട സുവിശേഷങ്ങൾ പറയാത്തൊരു കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അത് താൻ ആരാണെന്നും എന്താണെന്നും തൻ്റെ ദൗത്യം എന്താണെന്നും യേശു തൻ്റെ ശിഷ്യന്മാരോടും ജനങ്ങളോടും പറയുന്ന 7 പ്രഖ്യാപനങ്ങളാണ്. 1, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 2, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. 3, ഞാൻ വാതിലാകുന്നു. 4, ഞാൻ നല്ല ഇടയനാകുന്നു. 5, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 6, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. 7, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് അതിൻ്റെ തോട്ടക്കാരനുമാകുന്നു. അതിലെ 3-ാമത്തെ വാക്കാണ് പ്രധാനം. ഞാൻ വാതിലാകുന്നു. നമ്മുടെ വാതിലിന് മുമ്പിൽ നിൽക്കുന്നുണ്ട് ഒരു രക്ഷകൻ. ആ രക്ഷകനെ കാണാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഇതുവരെ വന്നിട്ടുള്ളത് കവർച്ചക്കാരും മോഷ്ടാക്കളും മാത്രമാണ്. ഞാൻ വാതിലാകുന്നു. ഈ വാതിലിലൂടെ അകത്ത് കയറുകയും പുറത്തിറങ്ങുകയും ചെയ്യുന്നവർ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും. അതൊരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. നിന്റെ രക്ഷകനായി ഉരുക്കുവാതിൽ പോലെ നിന്റെ രക്ഷകനായി ഞാൻ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ്. അമേരിക്കയിൽ അടിമത്വം അവസാനിപ്പിച്ച പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൺ. സംഘർഷം നിറഞ്ഞ നാളുകളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ. സിവിൽ വാർ, ആഭ്യന്തര കലഹം, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് എതിർപ്പുകൾ. അതിനെയെല്ലാം മറികടന്നത് അദ്ദേഹം തൻ്റെ ഓഫീസ് മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ ഞാൻ വാതിലിലേക്ക് നോക്കും. അപ്പോൾ വാതിൽ തുറന്ന് എൻ്റെ രക്ഷകൻ കടന്നു വരുന്നതായി എനിക്ക് അനുഭവപ്പെടും. വാതിൽക്കൽ രക്ഷകനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, അഗസ്റ്റസ് ലപാഡി എന്ന് പറയുന്നൊരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹം സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചു നടന്നു വരുമ്പോൾ വലിയ ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുക, മേൽക്കൂരകൾ പറന്നു പോകുന്നു, വൃക്ഷങ്ങൾ തകർന്നു വീഴുന്നു, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. അപകടത്തിൽപ്പെട്ടു എന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം വഴിയരികിൽ കണ്ട ഒരു പാറയോട് ചേർന്ന് നിന്നു. പാറയിൽ വന്ന് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. പാറയ്ക്കൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം രക്ഷപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ക്രൈസ്തവ ഗാനമുണ്ട്, റോക്ക് ഓഫ് ഏജസ് ക്ലെഫ്റ്റ് മീ, ലെറ്റ് മീ ഹൈഡ് ഇൻ മൈസെൽഫ് ഇൻ ടീ. നിങ്ങൾക്കറിയാം, മലയാളത്തിലുണ്ട്, പിളരുമോ പാറയിൽ മറയട്ടെ ഞാൻ, അല്ലേ? വിശ്വാസമാണ്. നിന്റെ ചങ്കിലുള്ള രക്തജലം പാപത്തെ മാറ്റി സുഖത്തെ നൽകട്ടെ എന്നാണ്. അപ്പൊ ഏത് കൊടുങ്കാറ്റിലും ഏത് കാറിലും കോളിലും നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയുമാണ്. അതാണ് മഹാത്മാഗാന്ധി ഏറ്റവും കൂടുതൽ ക്രിസ്തു സ്വാധീനിച്ചിട്ടുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ റവറൻഡ് മാർട്ടിൻ ലൂതർ കിങ് ക്രിസ്തു ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആളാണ്. ഈ 2000 വർഷക്കാലം ഈ ലോകത്ത് ക്രിസ്തു സ്വാധീനിക്കാത്ത ഏത് പ്രത്യയശാസ്ത്രമാണ് ഉണ്ടായിരിക്കുന്നത്? വെറുപ്പിനെയും വിദ്വേഷത്തിനെയും ദൂരെ കളയാനുള്ള സ്നേഹത്തിന്റെ പ്രഖ്യാപനം നടത്തിയ ആളാണ് ക്രിസ്തു. അതാണ് നമ്മുടെ ധൈര്യം, നമ്മുടെ പ്രത്യാശ. അതാണ് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വാതിൽക്കൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രക്ഷകൻ നമുക്കായി ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടി മുന്നോട്ട് നീങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 1/4 നൂറ്റാണ്ട് കാലം മുമ്പ് നടന്ന ഒരു കൂടിച്ചേരൽ, അത് 25 വർഷത്തിന് ശേഷം വീണ്ടും ആ സാഹചര്യം ഈ നാഗമ്പടം സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കിയ ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഹൃദയംഗമമായി അഭിനന്ദിച്ചുകൊണ്ട് ഏത് കാറിലും കോളിലും ഏത് കൊടുങ്കാറ്റിലും ഉലയാത്തവരായി മുന്നോട്ട് പോകാൻ ദൈവം നമുക്ക് മീതെ അനുഗ്രഹവർഷം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ചാലഞ്ച് ഇൻ അവർ ലൈഫ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ക്രൈസ്റ്റ് ഇൻ യുവർ മൈൻഡ്.
ഐ തിങ്ക് സോ. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ എല്ലാത്തിനും സൊല്യൂഷനായി. ഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഗാന്ധി ഗിരിപ്രസംഗങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തെ ഏറ്റവും സ്വാധീനിച്ചതായി പറഞ്ഞിട്ടുള്ളത്. ഗിരിപ്രസംഗങ്ങൾ നമ്മൾ പറയില്ലേ, മലമുകളിലെ പ്രസംഗം എന്ന് പറയില്ലേ, അതാണ് ഗാന്ധി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അദ്ദേഹം നോൺ വയലൻസ് എവിടെ നിന്നാണ് കിട്ടിയത്? ക്രിസ്തുവിൽ. സ്വാമി വിവേകാനന്ദനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ക്രിസ്തു. അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി, ക്രിസ്തു എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ചേർത്ത് വെച്ചല്ല ക്രിസ്തുവിനെ കാണുന്നത്. ഞാൻ കാണുന്നത് ട്രൂത്താണ്. ട്രൂത്ത്, സത്യമാണ്. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാൻ നമ്മൾ ആരുടെ മുമ്പിലാണ് തലകുനിക്കേണ്ടത്? ഒരാളുടെയും മുമ്പിൽ തലകുനിക്കില്ല. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു, നമ്മളെ സ്വാധീനിച്ചു. അതിനെന്തിനാണ് മടിക്കുന്നത്? ലോകത്തെ എത്രയോ വലിയ മനുഷ്യരുടെ, നമ്മളൊക്കെ നിസ്സാരരായ ജീവികളാണ്, സാധാരണക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? അധികാരം ദൈവം കൊടുത്തതാണ്. അധികാരം ഞാൻ കരുതുന്നു എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനമാനങ്ങൾ നിയോഗങ്ങളാണ്, അസൈൻമെൻറ്റുകളാണ്. ഡിവൈൻ അസൈൻമെൻറ്റുകളാണ്, ദൈവികമായ നിയോഗങ്ങളാണ്. നല്ലത് ചെയ്യാൻ, നന്മ ചെയ്യാൻ. ജോസഫ് സ്ക്രീവനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടും നിങ്ങൾ ഇപ്പോഴും ക്രിസ്തുവിൽ ഫ്രണ്ടിനെ കാണുന്നതാണ്, സുഹൃത്തിനെ കാണുന്നത്. അപ്പം ജോസഫ് സ്ക്രീവൻ മറുപടി പറഞ്ഞു, എൻ്റെ സ്നേഹിതനാണ് ക്രിസ്തു. എൻ്റെ സ്നേഹിതൻ, എൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പറയാവുന്ന, എനിക്ക് കലഹിക്കാവുന്ന ഒരാളാണ്. നാടിൻ്റെ മുഴുവൻ സങ്കടങ്ങൾ കാണുന്നവരാണ് ഞങ്ങൾ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ. നമ്മുടെ അധ്വാനം, നമ്മുടെ അസൈൻമെൻ്റ് എന്താണ്? മനുഷ്യൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവൻ്റെ കണ്ണീരൊപ്പാൻ, അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ, അവൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന ദൈവികമായ നിയോഗമാണ്.